അപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. തെക്കോട്ടിറക്കം ആരംഭിച്ചിട്ടുണ്ട് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ. ഏതായാലും അല്പസമയത്തിനകം തന്നെ കുടമാറ്റം ആരംഭിക്കും. പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥനെ ചുറ്റി തെക്കേ ഗോപുര നടവഴി സ്വരാജ് റൗണ്ട് ചുറ്റിക്കൊണ്ട് വടക്കുന്നാഥന് അഭിമുഖമായി വന്നു നിൽക്കണം. അതിനുശേഷമാണ് തിരുവമ്പാടി വിഭാഗം പാറമേക്കാവിന് ഓപ്പോസിറ്റായി അഭിമുഖമായി വന്നു നിൽക്കുക. അതിനുശേഷമാണ് കുടമാറ്റം ആരംഭിക്കുക. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം. അതിൻ്റെ ഭാഗമായുള്ള തെക്കോട്ടിറക്കമാണ് ഇപ്പോൾ ഇതാ പാറമേക്കാവ് ഭഗവതിയെയും വഹിച്ചുകൊണ്ട് തൃക്കടവൂർ ശിവരാജു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം 15 ആനകളോടെ സമേതനായായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. വടക്കുന്നാഥനെ കാണാനായുള്ള എഴുന്നള്ളത്ത് ഘടകപൂരം എന്ന് പറയുന്നത് പാറമേക്കാവിൻ്റെ ഘടകപൂരം മേളപ്രമാണിത്വത്തോടു കൂടി ഓരോ ഘടകപൂരങ്ങളും ഇന്ന് തൃശ്ശൂരിനെ ഇങ്ങനെ ആവേശം കൊള്ളിച്ചുകൊണ്ടായിരുന്നു വന്നത്. ഏതായാലും തൃക്കടവൂർ ശിവരാജുവിൻ്റെ സാന്നിധ്യം 15 വർഷത്തിന് ശേഷമാണ് തൃക്കടവൂർ ശിവരാജു തൃശ്ശൂർ പൂരത്തിനെത്തുന്നത്. പൂരം എന്ന് പറഞ്ഞാൽ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏതേത് ഘടകപൂരത്തിനാണ് എത്രത്തോളം ആനകളാണ് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഒരു അഭിമാന പ്രശ്നം എന്ന നിലയ്ക്കാണ് ഓരോ ഘടകപൂരങ്ങളും ഓരോരുത്തരും അവതരിപ്പിക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്കമുള്ള നിലവുള്ള ആനയെ കൊണ്ടുവരിക, തങ്ങൾക്ക് വേണ്ടി ഭഗവതിയുടെ തിടമ്പേറ്റാൻ തങ്ങളുടെ ദേശത്തിൻ്റെ ഭഗവതിയുടെ തിടമ്പേറ്റാൻ അത്രത്തിൽ ആക്കമുള്ള നിലവുള്ള ആനയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഓരോ ദേശക്കാരുടെയും അഭിമാന പ്രശ്നം കൂടിയാണ്. അത്തരത്തിലുള്ളൊരു ചെറിയ മത്സരം കൂടി, ഒരു സന്തോഷകരമായ ആരോഗ്യകരമായ മത്സരം കൂടി അത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. കാരണം ഓരോ ദേശക്കാർക്കും ഓരോ രീതികളാണ്, ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അഭിമാനവും കാണിക്കാനുള്ള ഒരു വേദി കൂടി എന്നുള്ള നിലയ്ക്കാണ് ഈ ഘടകപൂരങ്ങളിൽ ആനയെ കൂടുതലായി എഴുന്നള്ളിക്കുക. അതല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ആന, അല്ലെങ്കിൽ ആരാധകർ കൂടുതലുള്ള, ഏറ്റവും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആനയെ കൊണ്ടുവരിക എന്നുള്ളത്. ഏതായാലും തെക്കോട്ടിറക്കം പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥനെ കണ്ട് വണങ്ങിയ ശേഷം പുറത്തേക്ക് എഴുന്നള്ളുകയാണ്, പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം സ്വരാജ് റൗണ്ട് ചുറ്റി വേണം തിരിച്ച തെക്കേ ഗോപുര നടക്കി അഭിമുഖമായി പാറമേക്കാവ് ഭഗവതിക്ക് വന്നു നിൽക്കാൻ. അതിനുശേഷമാണ് തിരുവമ്പാടി വിഭാഗം എത്തുക. തിരുവമ്പാടി വിഭാഗം എത്തിയതിന് ശേഷം കുടമാറ്റം ആരംഭിക്കും. എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന കുടമാറ്റം ഇത്തവണ 15 മിനിറ്റായി അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കുടമാറ്റത്തിൻ്റെ കഴിഞ്ഞ വർഷം വരെയുള്ള കുടമാറ്റത്തിൻ്റെ ഒരു അവസാന 15 മിനിറ്റുകളിലായിരിക്കും ഏറ്റവും വർണ്ണാഭമായ കുടകൾ, ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച തിരുവമ്പാടിയാണോ മുന്നിട്ട് നിൽക്കുന്നത്, പാറമേക്കാവാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കാണുന്നവർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ശ്രദ്ധേയമായ കുടകൾ. അത് വലിയ രീതിയിൽ കഴിഞ്ഞ തവണ ലൈറ്റ് കുടകളുണ്ടായിരുന്നു. അതാ ആന തുമ്പിക്കൈ പൊക്കി ഉപചാരം ചൊല്ലുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. അത് കാണാനും കൂടിയാണ് ആളുകൾ വന്ന് നിൽക്കുന്നത്. 3 തവണ അത്തരത്തിൽ തുമ്പിക്കൈ പൊക്കി അഭിവാദ്യം ചെയ്യണം